നമ്മുടെയൊക്കെ സങ്കടങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സങ്കടങ്ങൾക്ക് മെയിൻ കാരണം നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നുകൊണ്ടാണ്. അവർക്കുള്ള പലതും നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത്. സത്യമല്ലേ? എന്തെങ്കിലും ഒരു ഭിക്ഷക്കാരൻ നോക്കിയിട്ടോ, നമ്മളെക്കാൾ വളരെ കുറഞ്ഞ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരാളെ നോക്കിയിട്ട് നമുക്ക് അസൂയ വന്നിട്ടില്ല. വായിച്ചു കേട്ട പോലെ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ ദുഃഖമാണ് എന്ന് പറഞ്ഞ പോലെ 2 മില്യൺ വ്യൂസ് കിട്ടിയിട്ട് അത് 3 മില്യൺ ആവാത്ത ആൾക്കും, ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 1000 വ്യൂസ് പോലും കിട്ടാത്ത ഒരാൾക്കും ഒരേ സങ്കടം തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് അതാണ്. There is a big difference between appearance and reality. കൈമാറി വന്ന ഒരു വാട്സാപ്പ് സന്ദേശത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ പ്രഷറൊക്കെ അനുഭവിക്കുന്ന, നിങ്ങൾ പലപ്പോഴും ശമിക്കുന്ന ഈ ജോലി ഒരു ജോലി പോലും ഇല്ലാത്ത ഒരാളുടെ സ്വപ്നമാണ്. ചോരുന്ന നിങ്ങളുടെ വീട് പാർപ്പിടം ഇല്ലാത്തവന്റെ സ്വപ്നമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന കൊച്ചു ബാലൻസ് കടം കയറിയവന്റെ സ്വപ്നമാണ്. നിങ്ങളുടെ ആരോഗ്യമില്ലാത്തവന്റെ സ്വപ്നമാണ്. പ്ലീസ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഇന്നിരുന്ന് നമുക്കൊക്കെ ചെയ്യാവുന്ന, ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത് തന്നെയാണ്, കിട്ടിയ അനുഗ്രഹങ്ങളെ വളരെ ആത്മാർത്ഥമായി എണ്ണി നന്ദിയുള്ളവരായിരിക്കുക. റോഡ് തെറ്റ് ചെയ്ത ഒരാളോട് തിരിച്ച് പകരം വീട്ടുക എന്നുള്ളതാണ് എക്കാലത്തെയും ആളുകളുടെ ഒരു ഹീറോയിക് ആയിട്ട് വരുന്നത്. ഈ പ്രതികാരം എന്നുള്ള കാര്യത്തിന് ഏറ്റവും മനോഹരമായ ഡെഫിനിഷൻ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞത് കുഞ്ചാക്കോ ബോബനാണ്. നേരെ ചൊവ്വേ എന്ന് പറയുന്ന ഇന്റർവ്യൂ ഉണ്ട് ജോണി ലൂക്കോസാരുമായിട്ട്. അതിനകത്ത് പ്രതികാരത്തെ കുറിച്ച് ചോദിച്ചപ്പോ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ സെന്റൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സർ, എന്നെ സഹായിക്കാതിരുന്നവരെ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ സഹായിക്കുന്നതാണ് എന്റെ പ്രതികാരം. എന്നെ സഹായിക്കാതിരുന്നവരെ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ സഹായിക്കുന്നതാണ് എന്റെ പ്രതികാരം. അതുപോലെ എന്നെ കളിയാക്കിയവരെ ഉപദ്രവിച്ചവരെക്കാളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് എന്റെ പ്രതികാരം. അത് നമുക്കൊക്കെ ചിലപ്പോൾ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവല്ലോ. എന്തൊക്കെ പറഞ്ഞാലും കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് അവരോട് തലതല പറഞ്ഞ് തിരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ദൈവമേ അവനുള്ള ശിക്ഷ അവൻ തന്നെയാണല്ലോ എന്ന് കരുതി അവനോട് കുറച്ച് കമ്പാഷനേറ്റ് ആവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ക്രിസ്തു കുരിശിൽ കിടന്ന് പറഞ്ഞ ഡയലോഗ് സിനിമയിൽ പോലും നമ്മൾ കേട്ടിട്ടില്ലേ? ദൈവം ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉപദ്രവിക്കുന്ന മനുഷ്യരോടും എല്ലാവരോടും ഒരു കമ്പാഷനേറ്റ് ആവുക എന്നൊരു കാര്യമുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒന്ന് മനസ്സിലിടുന്നത് നന്നായിരിക്കും. ഒന്ന്, മനസ്സിലാക്കുക there is a big difference between appearance and reality. നമ്മൾ കാണുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഭയങ്കരധികം വ്യത്യാസമുണ്ട്. 2, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. അത് നമ്മുടെ സങ്കടങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ചിലപ്പോൾ സഹായിക്കും. 3, പ്രാക്ടീസ് ലവ്, പ്രാക്ടീസ് ഫോർഗീവ്നെസ്, പ്രാക്ടീസ് കമ്പാഷൻ. ഇനി ഒരു ടൈലന്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ.